ഫീനിക്സ് ഒരു ഇല്ലാത്ത ജീവിയാണ്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടും അതിനോടെല്ലാം പടപൊരുതി മടങ്ങി വരുന്നവരെ പറ്റി ഇങ്ങനെ പറയാറുണ്ടല്ലേ. ഏതാണ് ഇതിൽ പറയുന്ന ഫീനിക്സ് പക്ഷി? ഈജിപ്ഷ്യൻ ഗ്രീക്ക് പുരാണങ്ങളിലാണ് ഫീനിക്സ് പ്രധാനമായും വരുന്നത്. പിന്നീട് മറ്റു പുരാണങ്ങളിലേക്കും നാടോടി കഥകളിലേക്കും ഒക്കെ ഫീനിക്സ് കടന്നു ചെന്നു. ഗ്രീക്ക് ഭാഷയിൽ ഫീനിക്സ് എന്ന വാക്കിന് അർത്ഥം കടും ചുവപ്പ് നിറം, പേർപ്പിൾ നിറം എന്നൊക്കെയാണ്. ഫീനിക്സ് പക്ഷിയുടെ നിറവും ഇതുതന്നെയാണ്. ഈജിപ്തിലെ പുരാണങ്ങളിൽ ബെനു എന്നൊരു പക്ഷിയുണ്ട്. പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ച ബെനുവിനെ പുനർജന്മത്തിന്റെ അടയാളമായാണ് കണക്കാക്കുന്നത്. ബെനുവിൽ നിന്നാണ് ഫീനിക്സ് പക്ഷിയുടെ ആശയം ഉടലെടുത്തത് എന്ന് കരുതപ്പെടുന്നു. ഫീനിക്സ് പക്ഷിയുടെ കണ്ണുനീരിന് മുറിവുകൾ ഉണക്കാനൊക്കെയുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം. ദേവന്മാരെ പോലും ഉറക്കുന്ന തരത്തിൽ മധുരമായി പാടാൻ കഴിവുള്ള പക്ഷിയാണത്രേ ഫീനിക്സ്. നല്ല സുഗന്ധമുള്ള ചെടികളും കമ്പുകളും എല്ലാം ഉപയോഗിച്ചാണത്രേ ഫീനിക്സ് പക്ഷി കൂടുണ്ടാക്കുക. ഫീനിക്സ് പക്ഷി 500 മുതൽ 1000 വർഷം വരെ ജീവിക്കും എന്നാണ് വിശ്വാസം. ഒരു സമയത്ത് ലോകത്ത് ഒരേ ഒരു ഫീനിക്സ് പക്ഷിയേ ഉണ്ടാവൂ. ജീവിതകാലം കഴിഞ്ഞാൽ അത് സ്വന്തം കൂടിന് തീ കൊളുത്തി അതിൽ ജീവൻ ഒടുക്കൂത്രേ. ആ ചാരത്തിൽ നിന്ന് അടുത്ത ഫീനിക്സ് പക്ഷി ഉടലെടുക്കും. ഹാരി പോട്ടർ കണ്ടിട്ടില്ലേ? ആ പരമ്പര ഉൾപ്പെടെ നിരവധി കഥകളിലും നോവലുകളിലൊക്കെ ഈ മാന്ത്രിക പക്ഷിയുണ്ട്.